ബിഗിനർ ഫ്രണ്ട്ലി റെസിൻ ആർട്ട് കിറ്റ് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ആയിട്ടാണ്. നിങ്ങൾ റെസിന് വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടോ? എന്നാൽ ഈ കിറ്റ് ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ. ബിക്കോസ് ഞാനിത് വാങ്ങിച്ചിട്ട് ഞാനിത് യൂസ് ചെയ്ത് നല്ലൊരു റിസൾട്ട് തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഫോട്ടോസ് ഞാൻ വീഡിയോ ലാസ്റ്റ് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഒരു ബിഗിനറിനെ സംബന്ധിച്ചോളം ഈ ഒരു കിറ്റ് വളരെയധികം യൂസ്ഫുള്ളാണ്. ഞാനിത് ഓർഡർ ചെയ്തിട്ടുള്ളത് ആമസോണിൽ ക്രാഫ്റ്റിംഗ് എന്ന് പറഞ്ഞൊരു പേജിൽ നിന്നാണ്. ഇവരുടെ വെബ് പേജിൽ പല ടൈപ്പിലുള്ള റെസിൻ കിറ്റുകൾ അവൈലബിൾ ആണ്. റെസിൻ മാത്രമുള്ളതുണ്ട്, അതിൽ റെസിൻ ഉണ്ടാവും, അതുപോലെ തന്നെ മിക്സിംഗ് ആയിട്ടുള്ള ആവശ്യങ്ങളുടെ സാധനങ്ങളുണ്ടാവും, പിന്നെ മോൾഡ്സ് മാത്രമുള്ളതുണ്ട്. അങ്ങനെ പല രീതിയിലുള്ളത്, പല റൈറ്റിനുള്ളതുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ പേജ് ഇൻസ്റ്റഗ്രാമിലും അവൈലബിൾ ആണ്. craftinger.in എന്നാണ് പേജിൻ്റെ പേര്. അതിലും റെസിൻ ആർട്ട് കിറ്റ്സ് ഇവർ വിൽക്കുന്നുണ്ട്. റെസിൻ ആർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് പറ്റിയൊരു കിറ്റ് തന്നെയാണിത്. കാരണം ഇതിൽ A to Z കാര്യങ്ങൾ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ആകെ ഒരു നെഗറ്റീവായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത് അതിൽ കൊടുക്കുന്ന റെസിൻ്റെയും ഹാർഡ്നറിൻ്റെയും ക്വാണ്ടിറ്റിയിൽ കുറച്ച് കുറവുണ്ട്. അപ്പോൾ ഞാൻ വാങ്ങിച്ചിട്ടുള്ള ഈ കിറ്റിലുള്ളത് എപ്പോക്സി റെസിനാണ്. UV റെസിനുണ്ട്. എപ്പോക്സി റെസിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നോർമൽ ടെമ്പറേച്ചറിൽ തന്നെ സെറ്റാണ് റെസിനാണ്. UV റെസിൻ എന്ന് പറഞ്ഞാൽ അതിന് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള UV ലൈറ്റ് വേണ്ടി വരും അത് സെറ്റായിട്ട് കിട്ടാൻ. അപ്പം ഇത് എപ്പോക്സി റെസിനാണ്. പിന്നെ UV റെസിന് വാങ്ങുമ്പം അതിന് UV ലൈറ്റ് നമ്മൾ വാങ്ങണം. ഇതിൻ്റെ മിക്സിംഗ് റേഷ്യോ വന്നിട്ട് 3:1 ആണ്. അതായത് ഇപ്പോൾ 30 ഗ്രാം റെസിൻ എടുക്കുകയാണെങ്കിൽ അതിലോട്ട് 10 ഗ്രാം ഹാർഡ്നർ, ആ ഒരു റേഷ്യോയിൽ. ഇതിൻ്റെത് 3:1 ആണ്. പക്ഷേ ചില റെസിനിൽ അത് വ്യത്യാസം വരും. അതതിൻ്റെ ക്യാരക്ടർ അനുസരിച്ച് റേഷ്യോ 2:1 ഒക്കെ ആയി മാറും. അപ്പം ഇത് 150 ഗ്രാമിൻ്റെ റെസിനും 50 ഗ്രാമിൻ്റെ ഹാർഡ്നറുമാണ്. ടോട്ടൽ 200 ഗ്രാമാണ് ഈ ഒരു കിറ്റിൽ റെസിനും ഹാർഡ്നറും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ റെസിൻ്റെ പ്രത്യേകത ഇത് ഭയങ്കര ബബിൾ ഫ്രീയുമാണ്, അതുപോലെ തന്നെ ക്രിസ്റ്റൽ ക്ലിയറുമാണ്. നെക്സ്റ്റ് സെക്കൻഡായിട്ട് വന്നിട്ടുള്ളത് കുറച്ച് ഡെക്കറേറ്റ് ചെയ്യാൻ ഐറ്റംസാണ്. മേക്കപ്പ് പൗഡർ തന്നെ 3 ഉണ്ട്. ഒന്ന് ഗോൾഡൻ ഷെയ്ഡ്, പിന്നെ ഒരു വൈറ്റ് ഷെയ്ഡ്, പിന്നെ ഒരു ബേബി പിങ്ക് കളറിൽ, പിന്നെ 2 ടൈപ്പ് ഓഫ് ഫ്ലേക്സ്, ഒന്ന് ഗോൾഡനും പിന്നെ ഒന്ന് സിൽവറും, പിന്നെ 6 ഗ്ലിറ്റേഴ്സ് ഡിഫറെൻറ്റ് കളറുള്ളത്. നെക്സ്റ്റ് വന്നിട്ട് കുറച്ച് പിഗ്മെൻറ്റ്സ് ആണ്. ഒരു 3 ഷെയ്ഡിലുള്ള ഒബേക്ക് പിഗ്മെൻറ്റ്സ് ഉണ്ട്. ഒന്നൊരു വൈറ്റ് ഷെയ്ഡ്, പിന്നെ ഒരു ബ്ലാക്ക് കളർ, പിന്നെ ഒരു ബേബി പിങ്ക് കളറും. പിന്നെ ഇതിൻ്റെ ഒപ്പം തന്നെ കിട്ടിയതാണ് ഈ 2 സാധനം. ഒന്ന് ഒരു പേളും അതുപോലെ തന്നെ ആൽഫബറ്റിക്സിൻ്റെ കുറച്ച് ബീഡ്സുമാണ്. സംഭവം ഇതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ കിറ്റിൽ. പക്ഷേ ഞാൻ ഇത് യൂസ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇതിപ്പോൾ എന്തിനാണെന്ന് എനിക്കറിയില്ല. പിന്നെ ഫോർത്തായിട്ട് വന്നിട്ടുള്ളത് കുറച്ച് കീ ചെയിൻസ് ഹുക്കാണ്. ഇതൊരു 10 ഉണ്ട്. 5 ഗോൾഡൻ കളറിലുള്ളതും 5 സിൽവർ കളറിലുള്ളതും. ഫിഫ്ത്ത് ഐറ്റം കുറച്ച് ഇയറിങ്സിൻ്റെ ഹുക്കാണ്. ഇതും 12 സംതിങ് ഉണ്ട്. 6 ഗോൾഡൻ കളറും 6 സിൽവർ കളറും. നെക്സ്റ്റ് ഐറ്റമായിട്ട് വന്നിട്ടുള്ളത് കുറച്ച് മോൾഡുകളാണ്. പല ഷേപ്പിലും സൈസിലുള്ള മോൾഡുകളാണ്. അതിൽ ഒരു മോൾഡാണ് ഇത്. ഹെക്സഗൺ ഷേപ്പിലുള്ള 4 ഇഞ്ച് വരുന്ന മോൾഡാണ്. നെക്സ്റ്റ് മോൾഡ് ഇയറിങ്സിന് യൂസ് ചെയ്യുന്ന മോൾഡാണ്. ഭയങ്കര ചെറിയ മോൾഡാണ്. ഇത് ഇയറിങ്സിന് മാത്രമായിട്ട് യൂസ് ചെയ്യുന്നതാണ്. പിന്നെ ഇത് കീ ചെയിൻസ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഭയങ്കര തിന്നായിട്ടുള്ള പല ഷേപ്പിലുള്ള മോൾഡാണ്. നെക്സ്റ്റ് ഐറ്റമായിട്ട് വന്നിട്ടുള്ളത് കുറച്ച് കപ്സാണ്, മെഷറിങ് കപ്സ്. ഇതിൽ മെഷർമെൻറ്റ് കൊടുത്തിട്ടുണ്ട്. A എന്നുള്ളത് റെസിനും B എന്നുള്ളത് ഹാർഡ്നറും. അത് ആ ലെവലിൽ ഒഴിക്കുക. ഇത് 1 ടൈം യൂസ് ആണ്, ഡിസ്പോസിബിൾ ആയതുകൊണ്ട്. ഇതൊരു 8 എണ്ണം വരുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് ഒരു 51 സ്റ്റിക്കേഴ്സിൻ്റെ ഒരു ഷീറ്റാണ് വരുന്നത്. ട്രാൻസ്പെറൻറ്റ് ഷീറ്റിലുള്ള സ്റ്റിക്കേഴ്സാണ്. കട്ട് ചെയ്തെടുക്കണം. നെക്സ്റ്റ് ഐറ്റം ഒരു വലിയ ആൽഫബറ്റ്സും അതുപോലെ തന്നെ നമ്പേഴ്സും ഉള്ള മോൾഡാണ്. ഇത് കീ ചെയിൻ ഉണ്ടാക്കാനാണ്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള മോൾഡാട്ടോ. ഇതിൽ നമ്പേഴ്സും ഉണ്ട്, അതേപോലെ ആൽഫബറ്റ്സ് ഉണ്ട്. അതേപോലെ ഇതിൽ ഹോൾ നമുക്ക് ഇടേണ്ട ആവശ്യമില്ല. അതിലിങ്ങനെ ഒരു ചെറിയൊരു സംഭവം കൊടുത്തിട്ടുണ്ട്. അപ്പം റെസിന് സെറ്റായി വരുമ്പോൾ അവിടെ സാധാരണ ഒരു ഹോൾ ഉണ്ടാവും. പിന്നെ ലാസ്റ്റായിട്ട് വരുന്ന ഐറ്റംസാണ് കുറച്ച് ഐസ്ക്രീം സ്റ്റിക്സ് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതും 1 ടൈം യൂസാണ്. പിന്നെ കുറച്ച് ഗ്ലൗസും. അപ്പോൾ ഇതാണ് ഈ ഒരു റെസിൻ കിറ്റിലുള്ളത്. അപ്പോൾ ഞാനിത് വെച്ചുണ്ടാക്കിയ കീ ചെയിൻസിൻ്റെ ഫോട്ടോസ് വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരെ ടേക്ക് കെയർ, ബൈ.